നമസ്കാരം. ഭാഗ്യചക്രം ആസ്ട്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിലെ സുപ്രധാനമായ ഗ്രഹമാറ്റങ്ങളും അവ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വരുത്തുന്ന ചലനങ്ങളും എക്കാലത്തും നാം വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യാറുള്ളത്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ നിരന്തരമായ ചലനങ്ങളും അവയുടെ ഉദയാസ്തമയങ്ങളും ഭൂമിയിലെ ഓരോ ജീവന്റെയും ജനനമരണങ്ങളെയും അവരുടെ ഭാഗധേയങ്ങളെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്ന വിശ്വാസമാണ് ഭാരതീയ ജ്യോതിഷത്തിന്റെ നേര്. നമ്മുടെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് കേരളീയ പഞ്ചാംഗ രീതികളിൽ, ഓരോ നാളുകാരുടെയും ജാതകബലവും ഗോചരഫലങ്ങളും അതീവ പ്രാധാന്യത്തോടെയാണ് കണക്കാക്കുന്നത്. ജീവിതത്തിൽ നന്മയും ഐശ്വര്യവും സർവ്വസൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്നതിൽ ശുക്രഗ്രഹത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. മനുഷ്യജീവിതത്തിലെ ഭൗതിക സുഖങ്ങൾ, വാഹനഭാഗ്യം, സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം, ദാമ്പത്യസുഖം, ധനലാഭം എന്നിവയെല്ലാം ശുക്രന്റെ അനുഗ്രഹത്താൽ മാത്രം സിദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ശുക്രൻ ഒരു ജാതകത്തിൽ അനുകൂല ഭാവത്തിൽ വരുമ്പോൾ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങി ഐശ്വര്യത്തിന്റെ വലിയ വാതായനങ്ങൾ തുറക്കപ്പെടുമെന്നാണ് ജ്യോതിഷ പണ്ഡിതർ ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഒരു സുപ്രധാന ആശയത്തെ മുൻനിർത്തി നാം കേരള പഞ്ചാംഗ പ്രകാരം വരുന്ന മിഥുന കർക്കടക മാസങ്ങളിലെ സവിശേഷ ദിവസമായ ജൂലൈ 5 അടിസ്ഥാനമാക്കി ഗ്രഹസ്ഥിതികളും നക്ഷത്രഫലങ്ങളും വിലയിരുത്തുകയാണ്. കേരളീയ ജ്യോതിഷത്തിൽ മിഥുനമാസത്തിലെയും കർക്കടക മാസത്തിലെയും നാളുകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ജൂലൈ 5 എന്ന ദിവസം കേരളീയ പഞ്ചാംഗ പ്രകാരം മിഥുനമാസത്തിന്റെ അവസാന നാളുകളിലോ അല്ലെങ്കിൽ കർക്കടക മാസത്തിന്റെ പ്രാരംഭത്തിലോ വരാവുന്ന ഒരു സവിശേഷ സന്ധിയാണ്. ഈ സമയത്തുണ്ടാകുന്ന ശുക്രന്റെ ഉദയവും അതിന്റെ പ്രഭാവവും ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ അട്ടിമറികളും ഭാഗ്യാനുഭവങ്ങളും സമ്മാനിക്കും. കുടുംബത്തിലൊരു വ്യക്തിയുടെ നക്ഷത്രം അനുകൂലമായാൽ ആ കുടുംബം മുഴുവൻ അതിന്റെ ഐശ്വര്യം അനുഭവിക്കും എന്നതാണ് ജ്യോതിഷത്തിലെ പൊതുവായ പ്രമാണം. പലപ്പോഴും മക്കളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ ജാതകബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട, തകർച്ചയിൽ നിന്ന് കരകയറിയ നിരവധി കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ജൂലൈ 5 സംഭവിക്കുന്ന സവിശേഷമായ ഗ്രഹാനുകൂല്യം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഭാഗ്യോദയമാണ് പ്രവചിക്കുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരോ അല്ലെങ്കിൽ ഇവരുടെ മക്കൾ ഈ നാളുകാരാണെങ്കിൽ ആ കുടുംബത്തിന്റെ തലവര തന്നെ മാറിമറിയുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്. ദീർഘനാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പരാധീനതകൾ, തൊഴിലില്ലായ്മ, കുടുംബത്തിലെ വിട്ടുമാറാത്ത കലഹങ്ങൾ, മാറാരോഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം നേടി ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇവർ പ്രവേശിക്കും. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നവർക്ക് ഒരു ദൈവിക നിമിത്തം പോലെ ഈ ദിവസം മുതൽ മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങും. ശുക്രന്റെ കാരുണ്യത്താൽ ഈ നാളുകാരുടെ ഗൃഹങ്ങളിൽ ധനധാന്യ സമൃദ്ധിയും മനസ്സമാധാനവും വന്നുചേരും. ജ്യോതിഷപ്രകാരം ശുക്രപ്രീതി നേടുന്നതിനായി ഈ ദിവസങ്ങളിൽ സവിശേഷമായ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ഉത്തമമാണ്. ഈ സവിശേഷ ദിവസത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം പ്രതിപാദിക്കേണ്ട നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും എന്നാൽ ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങളിലൂടെയും കണ്ണീരിലൂടെയും കടന്നുപോകുന്നവരുമാണ്. ജൂലൈ 5 പഞ്ചാംഗപ്രകാരമുള്ള ഗ്രഹസ്ഥിതി ഇവർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ദീർഘനാളുകളായി തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ ഇടപാടുകൾ, വിദേശയാത്രാ ശ്രമങ്ങൾ എന്നിവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമായി തീരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാനും വലിയ തോതിൽ ലാഭം കൊയ്യാനും ഈ സമയം സഹായിക്കും. കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അതുവഴി വലിയൊരു മാനസിക വിഷമത്തിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയും കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞുവരികയും ചെയ്യും. ഈ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പഠനകാര്യങ്ങളിലും ഉദ്യോഗകാര്യങ്ങളിലും വലിയ പുരോഗതി ദർശിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു കാലം ആശംസിക്കുന്നു. അടുത്തതായി ജ്യോതിഷ ലോകം അതീവ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്നത് മകയിരം നക്ഷത്രക്കാരെയാണ്. പൊതുവെ ശാന്തപ്രകൃതിക്കാരും സൗമ്യശീലരുമാണ് മകയിരം നാളുകാരെങ്കിലും പലപ്പോഴും അർഹിക്കുന്ന അംഗീകാരവും സ്നേഹവും സമൂഹത്തിൽ നിന്നോ സ്വന്തം തൊഴിലിടങ്ങളിൽ നിന്നോ ഇവർക്ക് വേണ്ടത്ര ലഭിക്കാറില്ല എന്നതൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ ജൂലൈ 5 സംഭവിക്കുന്ന ശുക്രന്റെ ഉദയവും സവിശേഷമായ നക്ഷത്രമാറ്റങ്ങളും മകയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് കൃത്യമായ ഫലവും ഉയർന്ന അഭിനന്ദനങ്ങളും ലഭിച്ചു തുടങ്ങുന്ന ഒരു സുദിനമായിരിക്കും ഇത്. ഏറെ നാളായി കാത്തിരുന്ന ഉദ്യോഗക്കയറ്റവും ശമ്പളവർദ്ധനവും നിങ്ങളെ തേടിയെത്തും. വിദേശത്തൊരു നല്ല ജോലിക്കായി പ്രയത്നിക്കുന്നവർക്ക് ഈ സമയം ഏറ്റവും അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്
പരസ്പര ധാരണയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോകാനും വലിയ സാമ്പത്തിക ലാഭം കൊയ്യാനും സാധിക്കും. കുടുംബജീവിതത്തിൽ ദീർഘനാളായി നിഴൽ പോലെ പിന്തുടർന്നിരുന്ന അസ്വാരസ്യങ്ങളും തർക്കങ്ങളും മാറി ദമ്പതികൾക്കിടയിൽ വല്ലാത്തൊരു സ്നേഹവും ആത്മബന്ധവും രൂപപ്പെടും. മംഗല്യകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ട് മനസ്സ് വിഷമിച്ചിരുന്ന മകയിരം നക്ഷത്രക്കാരായ യുവതീയുവാക്കൾക്ക് സർവ്വലക്ഷണങ്ങളും ഒത്ത അനുയോജ്യമായ ജീവിതപങ്കാളിയെ കണ്ടെത്താൻ ഈ പുണ്യസമയം തുണയാകും. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഒരു വലിയ ഭാഗ്യകാലത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ദൈവാനുകൂല്യവും പ്രാർത്ഥനാബലവും കൂടുതലായിരിക്കുമെങ്കിലും ഇടക്കാലത്തുണ്ടായ കടുത്ത പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഇവരെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. മിഥുന കർക്കടക മാസങ്ങളിലെ ഈ സവിശേഷ മാറ്റം ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും മനസ്സമാധാനവും തിരികെ പ്രദാനം ചെയ്യും. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ വലിയൊരു തുകയോ അല്ലെങ്കിൽ അമൂല്യമായ വസ്തുക്കളോ തിരികെ കൈകളിൽ വന്നു ചേരാനുള്ള അത്ഭുത യോഗം കാണുന്നുണ്ട്. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ വലഞ്ഞിരുന്നവർക്ക് മികച്ച ചികിത്സ ലഭ്യമാകുകയും ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുത്ത് പുതിയൊരു ഉന്മേഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം പാതിവഴിയിൽ നിലച്ചുപോയവർക്ക് അപ്രതീക്ഷിതമായി സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകുകയും ഗൃഹനിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കി ഒപ്പം തന്നെ ഗൃഹപ്രവേശം നടത്താനുള്ള ഭാഗ്യസാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. സന്താനഭാഗ്യത്തിനായി കണ്ണീരോടെ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് മനസ്സ് നിറയുന്ന അനുകൂലമായ വാർത്തകൾ ശ്രവിക്കാൻ സാധിക്കും. സമൂഹത്തിൽ ഇവരുടെ പദവിയും അന്തസ്സും കീർത്തിയും വർദ്ധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നുചേരും. ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ ദിവസത്തെ പഞ്ചാംഗ ഫലങ്ങൾ വലിയ അനുഗ്രഹങ്ങളാണ് ചൊരിയുന്നത്. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്നവരും ചുറ്റുമുള്ളവരുടെ ശത്രുതയും കുശുമ്പും മൂലം വല്ലാതെ വലയുന്നവരുമാണ്. എന്നാൽ ഈ സവിശേഷ ദിവസത്തെ ഗ്രഹമാറ്റം നിങ്ങളുടെ ശത്രുക്കളുടെ പ്രഭാവം പാടെ കുറയ്ക്കുകയും നിങ്ങൾക്ക് അനുകൂലവും സമാധാനപരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന മത്സരങ്ങളിലും ചതിക്കുഴികളിലും നിങ്ങൾ പൂർണ്ണ വിജയം വരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അതിലൂടെ സാമ്പത്തിക നില ഭദ്രമാക്കി കടങ്ങളിൽ നിന്ന് മോചനം നേടാനും ഇവർക്ക് സാധിക്കും. പൈതൃക സ്വത്തുക്കൾ സംബന്ധിച്ച് കോടതികളിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും കേസുകളും ഇവർക്ക് അനുകൂലമായി തീർപ്പ് കൽപ്പിക്കപ്പെടും. കലാരംഗത്തും കായികരംഗത്തും പ്രവർത്തിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ വലിയ വേദികൾ ലഭിക്കുകയും അതുവഴി പ്രശസ്തി കൈവരിക്കാനും ഈ സമയം സഹായിക്കും. മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ അനുഗ്രഹവും പിന്തുണയും ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കാവലായി കൂടെയുണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അത്തം നക്ഷത്രക്കാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് അവരുടെ തലവര തന്നെ തെളിയുന്ന ഒരു സവിശേഷ ദിവസം കൂടിയാണ് ജൂലൈ 5. സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ സദാ സന്നദ്ധരാകുന്നവരാണ് അത്തം നാളുകാർ. എങ്കിലും പലപ്പോഴും അവർക്ക് പകരമായി തിരികെ ലഭിക്കുന്നത് കടുത്ത വഞ്ചനയും നന്ദികേടും മാത്രമായിരിക്കും എന്നത് ഇവരെ എപ്പോഴും വേദനിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ശുക്രമാറ്റം നിങ്ങളെ വലിയ തിരിച്ചറിവുകളിലേക്ക് നയിക്കുകയും യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്നും ശത്രുക്കൾ ആരാണെന്നും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ജ്ഞാനം പകരുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണെങ്കിലും വലിയ തോതിലുള്ള ധനലാഭം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി വഴിയോ അല്ലെങ്കിൽ തീർത്തും അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ വഴിയോ വലിയൊരു തുക കൈവരാൻ ഈ സമയം ഭാഗ്യയോഗമുണ്ട്. ഉന്നത പഠനത്തിനായി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിന് കുളിർമയേകുന്ന അനുകൂല സാഹചര്യങ്ങൾ വന്നുചേരും. സ്വന്തമായി ഒരു വാഹനമെന്ന സ്വപ്നം നെഞ്ചിലേറ്റിയവർക്ക് അതിനുള്ള വഴി തെളിയുകയും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുകയും ചെയ്യും. ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലം വലിയൊരു പ്രകാശം പരത്തുന്ന ദിവസമാണ് ഈ വരുന്നത്. ചോദ്യനക്ഷത്രക്കാർ എപ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ആഗ്രഹിക്കുന്നവരാണ്. ഇവരുടെ ബിസിനസ് സംരംഭങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനും പുതിയ ശാഖകൾ തുടങ്ങി വിജയത്തിലേക്ക് നയിക്കാനും ഈ സമയം വളരെ അനുയോജ്യമാണ്. ദീർഘനാളുകളായി വിട്ടുമാറാത്ത തലവേദന, അസ്ഥി സംബന്ധമായ കടുത്ത വേദനകൾ എന്നിവയാൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ഈ ദിവസം മുതൽ വലിയ ആശ്വാസവും രോഗമുക്തിയും ലഭിക്കും. രാഷ്ട്രീയ രംഗത്തും സാമൂഹിക സേവന രംഗത്തും പ്രവർത്തിക്കുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ പ്രീതിയും അംഗീകാരവും വർദ്ധിക്കുന്നതോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഏറെ നാളായി പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത് വിവാഹ ജീവിതത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീട്ടുകാരുടെ പൂർണ്ണമായ സമ്മതം ലഭിക്കാൻ ഈ സമയം അനുകൂലമാണ്. കുട്ടികളുടെ വിവാഹകാര്യങ്ങളിൽ കൃത്യമായൊരു തീരുമാനമാകാതെ മനസ്സ് ഉരുകി വിഷമിച്ചിരുന്ന മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ശുഭവാർത്തകൾ
ഈ ദിവസങ്ങളിൽ കേൾക്കാൻ സാധിക്കും. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഒരു ശക്തമായ തിരിച്ചുവരവിന്റെ കാലമാണ് കുറിക്കുന്നത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ടൊരു വഴിയില്ല എന്ന് കരുതി നിരാശപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ അത്ഭുതകരമായി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. ഒരുപാട് നാളത്തെ അലച്ചിലുകൾക്ക് ഒടുവിൽ പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിലവിലുള്ള ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങളും ഒപ്പം ആരും കൊതിക്കുന്ന വലിയ പദവികളും നിങ്ങൾക്ക് ലഭിക്കും. ബാങ്കുകളിൽ നിന്നും മറ്റും എടുത്ത വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിദേശത്തുള്ള പ്രിയപ്പെട്ട ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. പുതിയ നല്ല കൂട്ടുകെട്ടുകൾ വഴി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മനസ്സമാധാനത്തിനായി ദീർഘദൂര തീർത്ഥാടന യാത്രകൾ നടത്താനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇവർക്ക് സാധിക്കും. മനസ്സിനെ അലട്ടിയിരുന്ന വല്ലാത്തൊരു ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി കനത്ത ശാന്തതയും സമാധാനവും ഈ ദിവസം മുതൽ നിങ്ങൾ അനുഭവിച്ചറിയും. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് ഈ പുണ്യദിനം പ്രവചിക്കുന്നത്. പൊതുവെ അതീവ ബുദ്ധിശാലികളും കാര്യപ്രാപ്തിയുള്ളവരുമാണ് തൃക്കേട്ട നാളുകാരെങ്കിലും പലപ്പോഴും നിർണായക ഘട്ടങ്ങളിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകാറുണ്ട് എന്നതൊരു വലിയ കുറവാണ്. എന്നാൽ ഈ സവിശേഷ ദിവസത്തെ അനുകൂലമായ ഗ്രഹസ്ഥിതി ഇവർക്ക് ശരിയായ തീരുമാനങ്ങൾ കൃത്യസമയത്തെടുക്കാനുള്ള ബുദ്ധിയും ദീർഘവീക്ഷണവും വിവേകവും പ്രദാനം ചെയ്യും. കച്ചവട രംഗത്ത് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അതിലൂടെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്യും. സർക്കാർ ജോലി എന്ന സ്വപ്നവുമായി മത്സരപരീക്ഷകൾ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മനസ്സ് നിറയുന്ന അനുകൂല ഫലങ്ങൾ ഈ സമയം വന്നുചേരും. സ്വന്തം വീടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും. മാതാപിതാക്കളിൽ നിന്നും വലിയ തോതിലുള്ള പൈതൃക സ്വത്തുക്കളോ ധനമോ അപ്രതീക്ഷിതമായി കൈവരാൻ ഇവർക്ക് ഭാഗ്യയോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ മുൻപുണ്ടായ ചെറിയ പിണക്കങ്ങളും അകൽച്ചകളും മാറി ഇരുവരും പരസ്പരം കൂടുതൽ അടുത്തറിയുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്കും അട്ടിമറികൾക്കും സാക്ഷ്യം വഹിക്കുന്ന ദിവസമാണ് ജൂലൈ 5. പൂരാടം നക്ഷത്രക്കാർ ജീവിതം എപ്പോഴും സന്തോഷത്തോടെയും സുഖലോലുപതയോടെയും നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ശുക്രന്റെ ഈ സവിശേഷമായ ഉദയം അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ കരുത്തും വേഗതയും പകരും. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനും ജീവിത നിലവാരം മുൻപത്തേക്കാൾ ഉയർത്താനും ഇവർക്ക് ഈ സമയം സാധിക്കും. ഒപ്പം തന്നെ വിദേശയാത്രകൾ നടത്താൻ കൊതിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. IT രംഗത്തും ഫാഷൻ രംഗത്തും പ്രവർത്തിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് വലിയ പ്രോജക്റ്റുകൾ ലഭിക്കാനും സാമ്പത്തിക നില ഭദ്രമാക്കാനും സാധിക്കും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി അടുത്ത സൗഹൃദം സ്ഥാപിക്കാനും അതുവഴി തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാനും ഇവർക്ക് കഴിയും. പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ഈ സമയം സവിശേഷമായ ശ്രദ്ധയും പരിചരണവും വേണമെങ്കിലും വലിയ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടും. അവസാനമായി നാം പ്രതിപാദിക്കേണ്ടത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സവിശേഷമായ ജാതകഫലങ്ങളാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ എപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ളവരും കടുത്ത ഈശ്വരഭക്തി നെഞ്ചിലേറ്റുന്നവരുമാണ്. ഈ സവിശേഷ ദിവസത്തെ നക്ഷത്രമാറ്റങ്ങൾ ഇവരുടെ ആത്മീയ ബലം ഇരട്ടിയായി വർദ്ധിപ്പിക്കും. പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ദർശനങ്ങൾ നടത്താനും വഴിപാടുകൾ കഴിച്ച് മനസ്സിന് ശാന്തി നേടാനും ഇവർക്ക് അവസരമുണ്ടാകും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളൊന്നും തന്നെ ഈ സമയത്ത് ഇവരെ ബാധിക്കില്ല. മുൻപ് മറ്റുള്ളവർക്ക് കടം കൊടുത്ത് തിരികെ കിട്ടില്ലെന്ന് കരുതി വിഷമിച്ചിരുന്ന പണം കൃത്യസമയത്ത് കൈകളിൽ വന്നുചേരും. പുതിയ ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള കരാറുകളിൽ ശുഭകരമായി ഒപ്പുവെക്കാൻ ഈ സമയം സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ നേട്ടങ്ങളിലും വലിയ തൃപ്തിയും സന്തോഷവും മാതാപിതാക്കൾക്ക് അനുഭവപ്പെടും. കുടുംബത്തിൽ വല്ലാത്തൊരു പോസിറ്റീവ് ഊർജവും മംഗളകർമ്മങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായി ഇവർക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ 10 നക്ഷത്രക്കാരും ജൂലൈ 5-ാം തീയതിയിലെ ഈ സവിശേഷ മാറ്റങ്ങളെ അതീവ ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും വേണം സ്വീകരിക്കാൻ. ജ്യോതിഷ പ്രവചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വഴിവിളക്കുകൾ മാത്രമാണ്. ബാക്കി മനുഷ്യന്റെ കഠിനാധ്വാനവും ദൈവത്തോടുള്ള പൂർണ്ണമായ സമർപ്പണവുമാണ് ഒരുവന്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. ഈ പുണ്യദിവസങ്ങളിൽ വീടുകളിൽ മഹാലക്ഷ്മി പൂജയോ അല്ലെങ്കിൽ ശുക്രപ്രീതിക്കായി പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളോ നടത്തുന്നത് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും. നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജീവിതത്തിലെ കഠിനമായ എല്ലാ കറുത്ത ദിനങ്ങളും കണ്ണീരും മാറി
ഐശ്വര്യപൂർണമായൊരു പുതിയ പുലരിയിലേക്ക് നിങ്ങൾ നടന്നു കയറുകയാണ്. ജഗദീശ്വരന്റെ കാരുണ്യത്താൽ സർവ്വമംഗളങ്ങളും നന്മകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.